അങ്ങനെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ട അസ്മ എന്ന് പറയുന്ന സഹോദരിയുടെ മരണകാരണം പുറത്തു വന്നിരിക്കുകയാണ്. അമിതമായ രക്തസ്രാവത്തെ തുടർന്നുകൊണ്ടാണ് ആ പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അമിതമായ രക്തസ്രാവമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പ്രസവത്തിന് ശേഷം ആ പെൺകുട്ടിക്ക് ചികിത്സ കിട്ടാതെ ഒരുപാട് നേരം വേദന സഹിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രസവത്തിന് ശേഷം കൃത്യമായ ഒരു ചികിത്സ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സഹോദരി രക്ഷപ്പെട്ടേനെ. പ്രസവത്തിന് ശേഷം രക്തം വാർന്നൊഴുകുമ്പോഴും ആ നരാധമൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ കൊടുക്കുകയോ അല്ലെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള ബന്ധുക്കളെയോ അയൽവാസികളെയോ ഒന്നും അറിയിക്കാതെയാണ് ആ നരാധമൻ ഇത് ചെയ്തു കൂട്ടിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നരാധമനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം. മലപ്പുറത്ത് 5ാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ചത് രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രസവശേഷം മതിയായ ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഭർത്താവ് സിറാജുദ്ദീനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. മടവൂർ ഗഫീല എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും പ്രചരിപ്പിച്ച സിറാജുദ്ദീൻ ലത്തീഫി ഭാര്യയെയും അതിന് ഇരയാക്കി. അക്യൂപഞ്ചർ പഠിച്ചതിനാൽ വേദനയില്ലാതെ പ്രസവിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു 3 പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്താൻ അസ്മയെ നിർബന്ധിച്ചത്. വേദന കടിച്ചമർത്തി 2 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ അസ്മയ്ക്ക് 3ാമത്തേത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. രക്തം വാർന്നാണ് അസ്മ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രസവശേഷം കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രസവം കഴിഞ്ഞുള്ള മണിക്കൂറുകളിൽ എല്ലാം നോക്കി നിന്നതല്ലാതെ സിറാജുദ്ദീൻ ഒന്നും ചെയ്തില്ല. ചില കാര്യങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുന്ന പ്രവണത കൂടി വരികയാണെന്നും ഇത് മനഃപൂർവ്വമായ നരഹത്യയായി കണക്കാക്കേണ്ടി വരുമെന്നും ആരോഗ്യമന്ത്രി. ഈ കേസിൽ തന്നെ പ്രാഥമികമായി അവിടെ നിന്ന് DMO നൽകിയ റിപ്പോർട്ടിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ ചെല്ലുമ്പോൾ മറഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതായത് പറയേണ്ടതില്ല. അപ്പോൾ മറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അവബോധമില്ലായ്മ അല്ലല്ലോ, അത് മറച്ചു വെക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്യയായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അസ്മയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേസ് അന്വേഷിക്കുന്ന മലപ്പുറം പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് കുറ്റകരമായ നരഹത്യ അടക്കം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി സിറാജുദ്ദീനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ്. മടവൂർ ഖലീഫ എന്ന യൂട്യൂബ് ചാനലിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ശേഷം ഈ മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ഈ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്നവന് നാട്ടുകാരുടെ കയ്യിൽ നിന്നും നല്ല ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ആ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടാണ് പോലീസുകാർ അവനെ കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം ഈസ്റ്റ് കോഡൂരിൽ വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ചതിൽ ഭർത്താവ് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. തീർച്ചയായും സിറാജുദ്ദീനെ അദ്ദേഹം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്നാണ് മലപ്പുറം പോലീസ് ഇന്ന് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നോക്കൂ, ആ സഹോദരി എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും. ആ സഹോദരിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ 5 മക്കൾക്കും അവരുടെ ഉമ്മയെ നഷ്ടപ്പെട്ടു. ആ പ്രസവിച്ച ആ ഒരു നവജാത ശിശു പോലും ആശുപത്രിയിൽ ICUലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഇതുപോലെയുള്ള കപട മുസ്ലിം നാമധാരികളെ, തലപ്പാവതരിച്ച് ഇതുപോലെയുള്ള മുസ്ലിം നാമധാരികളെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുപോലെയുള്ളവന്മാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം. ഇസ്ലാമിൻ്റെ പേര് നടത്തുന്ന ഇത്തരം കോപ്രായങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്ന ഇതുപോലെയുള്ള തലപ്പാവധാരികളെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്.